മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പ്രാർത്ഥനയിൽ ആത്മാവ് ബലം നൽകുന്നു. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം. അതിന് സഹായകമായിട്ട് നമ്മൾ വായിച്ച ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളാണ്. 22-ാം അധ്യായം 43-ാം വാക്യമാണ് നമ്മൾക്ക് ധ്യാന വിഷയമായി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരാണ്, പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുന്നവരുമാണ് നമ്മൾ. പക്ഷെ ഈ ഒരു നമ്മൾക്ക് തന്നിരിക്കുന്ന ബൈബിൾ ഭാഗത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്പസ്വല്പം വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഈ വലിയ നോമ്പിന്റെ ഈ ആഴ്ചയില് ഈശോയുടെ പീഡാനുഭവത്തിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ്, അതിന്റെ ആ ഒരു ആരംഭമാണ് ഗെത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥന. അത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ രംഗം അല്പം കൂടെ വൈകാരികമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അവര് ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി കൂട്ടുകാരെയും കൂട്ടിയിട്ടാണ് ഈശോ പോയിരിക്കുന്നത്. നമുക്കറിയാം 3 ശിഷ്യന്മാർ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. എന്നിട്ട് അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വിളിക്കുന്നതാണ് ആബാ പിതാവേ, അപ്പാ എന്റെ പിതാവേ എന്ന് തന്നെ വിളിക്കുന്നത്. അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണവൻ. എന്നിട്ട് പറയുകയാണ്, എന്നാൽ എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ, അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന, ഈശോയുടെ ഈ ഒരു പ്രാർത്ഥന ഭാഗത്തിന്റെ ഈ ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത അതാണ്. എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ നമുക്കിവിടെ കണ്ടുമുട്ടാം. ഈശോയുടെ പ്രാർത്ഥന ജീവിതത്തെ മുഴുവൻ നമ്മളൊന്ന് വിശകലനം ചെയ്താല് ബേസിക് ആയിട്ട് ചില പ്രത്യേകതകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒന്ന്, ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഈശോയ്ക്ക് പിതാവുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആ പ്രാർത്ഥനയുടെ സവിശേഷത എന്ന് പറയാൻ വേണ്ടി പറയുക മാത്രമാണ്. പിതാവുമായിട്ടുള്ള ആത്മബന്ധം, അതുകൊണ്ടാണ് ആബാ അപ്പാ എന്റെ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പിതൃപുത്ര ബന്ധം ഉണ്ട്. അവരൊന്നാണ്, അവർക്ക് ഒരു മനസ്സാണ്, ഒരേ ഹൃദയമാണ്. അതുകൊണ്ട് ഈശോ പറയുന്നത് ഞാനും പിതാവും ഒന്നാണ്. അപ്പൊ പിതാവ് പ്രവർത്തിച്ചു കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നും ഈശോ ചെയ്തിരുന്നില്ല. അത്രമാത്രം ആത്മബന്ധം ഈ പിതാവും പുത്രനുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാം. പ്രാർത്ഥനയുടെ ഒരുപാട് മാതൃകകൾ നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് ഈശോയുടെ പ്രാർത്ഥനയിൽ തന്നെ ഈശോയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പൊ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൗത്യ നിർവഹണത്തിന് വേണ്ടി ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനയുടെ തലങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടെത്തിയ ഈ വചനഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്തെങ്കിലും രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ടോ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇതൊരു പേഴ്സണൽ പ്രയർ ആണ്. വാസ്തവത്തിൽ ഇവിടെ ഈശോയും പിതാവും ആത്മബന്ധത്തിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു ഘട്ടത്തിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ഏറ്റെടുക്കാനുള്ള ആത്മീയ ശക്തി നേടിയെടുക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ തലമാണ് നമ്മൾ ഇന്നത്തെ വിചിന്തന ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോ ഈശോ ഇത് നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളാന്ന് നമുക്കറിയാലോ. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. പ്രഭാതമായപ്പോൾ അവൻ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അതായത് രാത്രി മുഴുവൻ മലമുകളിൽ പിതാവുമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിരാവിലെ അവൻ മല വിട്ടിറങ്ങുന്നു. ഇതൊക്കെ നമുക്കറിയാം. ചില സങ്കീർണമായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ടുണ്ട്. ഇപ്പം ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്ന് ഈശോ നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. ഇനി വിശുദ്ധ കുർബാന സ്ഥാപിച്ചൊരു സംഭവം നമ്മളൊന്ന് മനസ്സിലോർത്ത് നോക്കി. ഈശോ ശരിക്കും ചങ്ക് തകർന്നിട്ടാണ് അവിടെ ഈശോയുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരുന്ന് ഈശോ തന്നെ
അപ്പമായി ശിശുമാർക്ക് നൽകുന്ന ആ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ ഒരു നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ശിശുമാരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നത്, തന്നെ ഉപേക്ഷിച്ചു പോകുന്നത്, ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ പ്രാർത്ഥനയും ഈശോ നടത്തുന്നത്. അപ്പോ ഇനി ഗെത്സെമനയിൽ അവിടുന്ന് രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചു. ഇതാണല്ലോ നമ്മുടെ. അപ്പൊ ഇതെന്തിനാണ്? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള, ഹിതം നിറവേറ്റാനുള്ള ശക്തിക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള നിർണായകമായ നിമിഷങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പ്രതിസന്ധി സംഭവിക്കാം. അതുപോലെ തന്നെ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ പോകാം. നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആ ഒരു പ്രലോഭനം, അതിൽ നിന്ന് പറഞ്ഞ ഒരു പക്ഷേ അതിന് വിപരീതമായി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിനെതിരായി, നമ്മുടെ ജീവിത നിയോഗങ്ങൾക്കെതിരായി, നമ്മുടെ ക്രൈസ്തവ ഉത്തരവാദിത്തങ്ങൾക്കെതിരായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിതമാകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുമ്പോൾ ഗെത്സെമനയിലെ പ്രാർത്ഥന അതിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? രക്തം വിയർത്തും ദൈവഹിതം നിറവേറ്റാനുള്ള ആത്മവിശ്വാസത്തോടെ, ദൃഢനിശ്ചയത്തോടെ, വിശ്വാസദാർഢ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവവുമായി നമ്മൾ ചേർന്ന് നിൽക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഈ പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥന നമുക്കറിയാം. ഇങ്ങനെ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് ആത്മസംഘർഷത്തിലാക്കപ്പെടുന്ന നിമിഷത്തിൽ പോലും അത്രമാത്രം ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നിടത്തും പ്രാർത്ഥിക്കുന്നിടത്തുമാണ് ആത്മാവിന്റെ അഭിഷേകമുള്ളത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലേ? അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഒരു ദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി എന്ന് പറയുകയാണ്. ഏതാണ്? പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കൊണ്ട് ഈശോ നിറയുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഇത് തന്നെയാണ്. അപ്പോൾ ആത്മാവിന്റെ അഭിഷേകമാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്. ആത്മാവ് വന്ന് നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈശോ പറഞ്ഞതാണ്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ അമ്മ വചനത്തെ സ്വീകരിച്ച സമയത്ത് ഇതാ അവിടുത്തെ ദാസീത, ഇതാണല്ലേ കർത്താവിന്റെ ദാസീത, നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറഞ്ഞതും ഈശോ പറഞ്ഞതും ഒന്ന് തന്നെയാണ് വാസ്തവത്തിൽ. അപ്പൊ ദൈവഹിതത്തെ തന്റെ ഇഷ്ടം മാറ്റി വെച്ച് ദൈവഹിതത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. അത്യുന്നതന്റെ ശക്തി ആവസിക്കുകയാണ്. അപ്പോൾ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ പ്രാർത്ഥന കുറേയും കൂടി വ്യക്തിപരമാകണം. കുടുംബ പ്രാർത്ഥന മാത്രം പോരാ. നമ്മൾ സാധാരണ പോകുന്ന പോലെ നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, ജപമാല ചൊല്ലുന്നു, കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. അതിനപ്പുറത്ത് പ്രാർത്ഥനയിൽ വളരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ വളരുന്നവരാണ്, ഒരുപക്ഷെ നാളുകളായിട്ട് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകതയാണ്, നമുക്ക് വ്യക്തിപരമായൊരു ബന്ധം ഈശോയുമായി നമുക്ക് ആവശ്യമാണ്. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസം ആഴപ്പെടുന്നത്. പ്രത്യാശ കൂടുതൽ പ്രത്യാശയിലേക്ക് നമ്മൾ വളരുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഴപ്പെടാനും നമ്മളിൽ നിറയാനും നിരന്തരമായ ശക്തിയിൽ വ്യാപരിക്കാനും നമ്മുടെ ക്രൈസ്തവ ധർമ്മങ്ങൾ ഒരു നീതിബോധത്തോടെ ഈശോയുടെ ഹിതമനുസരിച്ച്, വചനമനുസരിച്ച് അതൊക്കെ നിർവഹിക്കുവാനും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ജെറുസലേമിൽ തന്നെ വസിക്കുവിനുമെന്ന് ഈശോ ശിശുമാരോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർമ്മയുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എന്താണ്? ആത്മാവിനെ ധരിക്കണം പറഞ്ഞു വയ്ക്കും. ധരിക്കുക, ഒരു വസ്ത്രം ധരിക്കുന്ന പോലെ ഈ ദുർബല ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദൈവികമായ മാറ്റത്തെ കൂടിയാണ് ഇത് സൂചിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യണം? ഒറ്റ കാര്യമാണ് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. കൂട്ടത്തിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, അതെവിടെയുമായിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം അല്പം മാറി നിന്ന് ഏകാന്തതയിൽ ദൈവപിതാവുമായി പ്രാർത്ഥിക്കാൻ, നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവെക്കാനുള്ള ആ ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ, എല്ലാ സാഹചര്യത്തിലും ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ താല്പര്യങ്ങളല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊള്ളട്ടെ. അത് ഏത് രോഗാവസ്ഥയിലും, ദാരിദ്ര്യത്തിലും, ബുദ്ധിമുട്ടുകളിലും, പ്രതിസന്ധികളിലും, പ്രശ്നങ്ങളിലും, പരാധീനതകളിലും, എല്ലാ സാഹചര്യത്തിലും എൻ്റെ ഇഷ്ടമല്ല ഈശോയെ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയണമെങ്കിൽ ഒരു ആത്മീയമായ ശക്തി
പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ഈശോയെ പോലെ പരിശുദ്ധാമ്മയെ പോലെ ഏത് അനിശ്ചിതത്വത്തിന്റെ നടുവിലും നിന്നുകൊണ്ട് നമുക്ക് ആമേൻ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കൂട്ടായ്മയെ സമർപ്പിക്കാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിരന്തരം നയിക്കപ്പെടുവാനും നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നല്ല ദൈവമേ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും കർത്താവെ, വിശ്വാസത്തിൽ ആഴപ്പെടാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുവാനും ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.